ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റിലാണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരെന്ന് പറയുന്നത് എനിക്ക് 12 ബാച്ചിൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് ബാച്ചാണ്. ബാച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ വൈബായിരുന്നു. இப்போ ரிட்டன் நான் இந்த கோர்ஸ் முடிஞ்சு ட்ரெயினில் போகிறப்போ எனக்கு வந்து இப்போ ஃப்ரீலான்ஸில் கிளைண்ட் இருக்காங்க. என்னோட ஸ்டார்ட் பண்ணியிருக்கேன். എന്നോട് ഫസ്റ്റ് വന്നപ്പോൾ ഉള്ള ഒരു ഇതിലല്ല തിരിച്ചു പോകുന്നത്. മിക്ക എല്ലാവരും ഇപ്പോൾ ഹാഫ്ലി പ്ലേസ്ഡൊക്കെ ആയി. DigitalX ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോബ് ഉറപ്പാണ്. How was the DigitalX journey so far? നമ്മൾ DigitalXലെ ബാച്ച് DXA 135 ആണ്. ഇപ്പോൾ നമ്മളുടെ മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിനോയ് സാറാണ്. നമ്മളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ വൈബായിരുന്നു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഇവിടെ വരുന്ന ടൈമിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓരോ ഡേയ്സിലും സാറ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോരോ കമ്പോണൻസ്, അതായത് ഇപ്പോൾ SEO, SMM, വെബ് ഡിസൈനിങ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. എനിക്ക് പ്രത്യേകം പറയാനുള്ള ഇവിടുത്തെ പ്രോഗ്രാംസിനെ പറ്റിയാണ്. ഞങ്ങൾ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷുവിൻ്റെ പ്രോഗ്രാം ആയിരുന്നു വരുന്നത്. അതുപോലെ ഹാക്കത്തോണും എല്ലാ പ്രോഗ്രാമും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്യും. കാരണം ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് 3 മന്ത് കോഴ്സ് വേണ്ട, ഒരു 6 മന്ത് കോഴ്സ് ഞങ്ങൾക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ക്ലാസ് കഴിയാറായ ടൈമിൽ എല്ലാവരും മിസ് ചെയ്യും. അതേപോലെ നല്ലൊരു ബോണ്ടിങ് ഉള്ള നല്ല കുറെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരെ എല്ലാം കണ്ട് കമ്പനിയായി, എല്ലാവരുമായിട്ട് നല്ല ബോണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയങ്ങളിൽ ക്ലാസ് ഉള്ള സമയത്ത് ഇവര് ഫുഡ് കൊണ്ടുവരും, ഞങ്ങളതെല്ലാം ഷെയർ ചെയ്ത് കഴിക്കും. അതൊക്കെ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഇവിടെ ഹാക്കത്തോൺ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർഡ് വർക്കിംഗ് ടീംമേറ്റ്സ് ആയിട്ടാണ് ഞാൻ നിന്നത്. എല്ലാവരും ഒരു ഇവന്റിന് വേണ്ടി മാക്സിമം എഫേർട്സ് ഇടായിരുന്നു, എല്ലാവരും മാക്സിമം ഹെൽപ്പ് ചെയ്യായിരുന്നു. ലിങ്ക്ഡിനെ കുറിച്ച് എനിക്ക് അങ്ങനെ അത്രയും നോളേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഫസൽ മർക്കാറിന്റെ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ ലിങ്ക്ഡിനിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയത്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നോ DigitalX എന്താണെന്നോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 3 months കോഴ്സ് കംപ്ലീറ്റ് ആയി എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. DigitalX ചൂസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തതുകൊണ്ടോ എനിക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടില്ല. இப்போ ரிட்டன் நான் இந்த கோர்ஸ் முடிஞ்சு ட்ரெயினில் போகிறப்போ எனக்கு வந்து இப்போ ஃப்ரீலான்ஸில் கிளைண்ட் இருக்காங்க. என்னோட ஸ்டார்ட் பண்ணியிருக்கேன். ஸோ இதெல்லாமே ரீசன் பார்த்தீங்க அப்படின்னா நம்மளோட மென்டர் டிஃப்ரெண்ட்டாக சொல்லி ஆகணும். ஏன்னா அவர் தான் வந்து கோர்ஸ் எல்லாமே டீட்டெயிலாக சொல்லி தந்தவர். ஸோ எனக்கு வந்து இந்த ஜேர்னி வந்து என்னால் மறக்கவே முடியாது. அதாவது ஒரு ட்ரெயினில் ஸ்டார்ட் ஆகி மறுபடியும் ட்ரெயினில் இந்த ஜேர்னி வந்து என்னோட லைஃப் ஸ்டைலே மாற்றிடுச்சு. ஏன்னா பிஃபோர் வந்து நான் ஸ்டார்ட் பண்ணுறதுக்கு முன்னாடி நான் வந்து ஜீரோவில் வந்து தான் இங்கேருந்து ஸ்டார்ட் பண்ணேன். ஏன்னா ஸ்டார்டிங் ஒரு 3 monthsல இவ்வளோத்தையும் லேர்ன் பண்ண முடியுமா அப்படிங்கிற ஒரு டவுட்டில் இருந்தது. நான் இத்தனைக்கும் தமிழ் ஸ்டூடெண்ட் தான், இருந்தாலும் அவர் வந்து எனக்காக எஃபோர்ட் போட்டு இவ்வளோ எஃபெக்ட் போட்டது எனக்கு சீரியஸாகவே வந்து ஒரு மறக்க முடியாத ஜேர்னி தான். ஏன்னா இந்த ஜேர்னியில் என்னோட லைஃப் ஸ்டைலு, என்னோட கெரியர், என்னோட ஃபினான்ஷியல் ഓവറോളാக എല്ലാമേ ചേഞ്ച് ആകുത്. ആദ്യം ബ്രോ എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഡെയിലി പുള്ളിക്കാരൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് വീഡിയോയിൽ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നി. ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആദിത്യൻ ബ്രോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദിത്യൻ ബ്രോ അപ്രിസിയേഷൻ ഒക്കെ തരുമ്പം എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇതിൽ റീൽസ് എടുക്കാനായിട്ട് 2-3 ക്ലയൻസിനെയൊക്കെ പിച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു പേജൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് ഏകദേശം കുറച്ച് റീച്ചൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. സത്യം പറഞ്ഞ ഒരു CV എങ്ങനെ ഉണ്ടാക്കണം എന്ന് പോലും അറിയാതാണ് ഞാനിവിടെ ഇരുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ എങ്ങനെ ചെയ്യുന്നുള്ള ക്ലാസ് കിട്ടി. അതുപോലെ തന്നെ HR സെഷൻ എങ്ങനെ ഉണ്ടാവും, ടെക്നിക്കൽ സെഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ക്ലാസ് കിട്ടി. അതുപോലെ തന്നെ CVയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള ഒരു ക്ലാസ് കിട്ടി. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. മോക്ക് ഇന്റർവ്യൂ തന്നതോടെ അതൊക്കെ എനിക്കിവിടെ വന്നിട്ട് മെയിനായിട്ട് കുറച്ച് ചേഞ്ചസ് വന്നെന്ന് തോന്നിയത് എൻ്റെ കുറേയൊക്കെ പേടികൾ മാറി കിട്ടി. കാരണം നേരത്തെ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലായിരുന്നു. ആദ്യം വന്നപ്പോഴത്തേനേക്കാളും പിന്നെ ഓരോരോ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേജ് ഫിയർ ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. ഇവിടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ തിയറീസ് മാത്രമല്ല, പ്രാക്ടിക്കൽ, അതായത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ഇന്റേൺഷിപ്പിലൂടെ കിട്ടുന്നുണ്ട്. എന്നോട് ഫസ്റ്റ് വന്നപ്പോൾ ഉള്ള ഒരു ഇതിലല്ല തിരിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. അതിന്റെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആണെങ്കിലും SEO, മെറ്റാ ആർട്സ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സ്കില്ല് എനിക്ക് കിട്ടിയത് ഇവിടുത്തെ മെന്റേഴ്സിന്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ്. പ്ലേസ്മെന്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ HR സെക്ഷനൊക്കെ നിന്നിട്ട് പറഞ്ഞു തന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ പ്ലേസ്മെന്റ് സപ്പോർട്ടാണ്. മിക്ക എല്ലാവരും ഇപ്പോൾ ഹാഫ്ലി പ്ലേസ്ഡൊക്കെ ആയി. അതുകൊണ്ട് DigitalX ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോബ് ഉറപ്പാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റിലാണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരെന്ന് പറയുന്നത് എനിക്ക് 12 ബാച്ചിൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് ബാച്ചാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇവരിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഓരോരുത്തർക്കും ഇവിടെ ഫ്രീലാൻസ് വർക്ക് ഉണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വേറെ ക്ലയൻറ്റിന് വർക്ക് എടുത്ത് ചെയ്യുന്നവരുണ്ട്, ജോലിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്യാപ്പബിലിറ്റിയോട് കൂടിയിട്ട് ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റിയതിലും ഞാൻ ആസ് എ ഒരു മെൻഡർ
ഞാൻ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മൂമെൻ്റ് ആണ്. എപ്പോഴും മറക്കാത്ത ഓരോ പേരുകളാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ക്യാപ്പബിലിറ്റിയും അവരുടേതായിട്ടുള്ള കഴിവും എല്ലാം ഇവിടെ നിന്ന് വളർത്തിയിട്ടാണ് ഇവർ പുറത്തു പോകുന്നത്. ആസ് എ മെൻഡർ ഇതിലും വലിയൊരു പ്രൗഡ് മൂമെൻറ്റ് എനിക്ക് സത്യത്തിൽ കിട്ടാനില്ല.